വെൽക്കം ടു അവർ ചാനൽ. അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ ഒരുക്കത്തിൽ ആയിരിക്കും അല്ലേ? ഞങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. ഇന്നൊരു കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന ജ്യൂസ് തന്നെയാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക അലോവേറ ജ്യൂസാണ് കേട്ടോ. നമ്മളെ വീടുകളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ജ്യൂസ് തന്നെയായിരിക്കും. എന്താ പറയുക, പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. നെല്ലിക്ക മാത്രമാണ് നമ്മൾ കൂടുതലും എപ്പോഴും ജ്യൂസിന് എടുക്കാറ്. അലോവേര എത്രത്തോളം എടുക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്, പല വേർഷൻസിൽ ഉണ്ടാക്കുന്നവർ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു രീതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താ പറയുക, നെല്ലിക്ക എന്ന് പറയുന്നത് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് നെല്ലിക്ക. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് എൻ്റെ ആ ഒരു വേർഷനാണല്ലോ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം. നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പം ഒരാൾക്കാണെങ്കിൽ 3 നെല്ലിക്ക കേട്ടോ. അപ്പം ഞാനിപ്പം ഏട്ടനും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ടോട്ടൽ 6 നെല്ലിക്കയാണ് ഈ കാണുന്നത്. 1 തണ്ട് കറിവേപ്പില, ഇത് ഇഞ്ചിയുടെ മെഷർമെൻ്റ് എന്ന് പറയേണ്ടത് ഞാൻ എടുക്കുന്നത് ഈ കുഞ്ഞി വിരലിൻ്റെ വലിപ്പത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി 2 കുഞ്ഞി അല്ലി വെളുത്തുള്ളി, അത് വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞാനിവിടെ ചേർക്കുന്ന കല്ലുപ്പ്, അലോവേര, മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം. ഇത് നമ്മളുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ്, എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ. ആകെ നമുക്ക് മേടിക്കേണ്ട വരെ നെല്ലിക്ക മാത്രമേ ഉള്ളൂ. അലോവേര ഇല്ലാത്തവർ അങ്ങാടി കടയിലൊക്കെ കിട്ടുമല്ലോ അലോവേര. അപ്പോൾ എനിക്കിവിടെ അലോവേര ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണിപ്പോൾ. അറിയില്ല എത്രത്തോളം നമ്മൾ വണ്ണം വെക്കാൻ വളരെ ഈസിയാണ്, അത് കുറച്ച് കൊണ്ടുവരാനാണല്ലോ നമുക്ക് ഏറ്റവും പാട്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ട ഏട്ടനെ ഓർമ്മയുണ്ടോ കേട്ടോ, പണ്ട് എനിക്ക് ഏട്ടൻ മേടിച്ചു തന്നാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറില്ലായിരുന്നു. പക്ഷേ ഈ ടോപ്പൊക്കെ ഇപ്പം എനിക്ക് ഫിറ്റായി തുടങ്ങി. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരുമ്പം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഡയറ്റ് നമുക്ക് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതിന് ഒരു സൂചനയാണല്ലോ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ് വെയിറ്റ് ലോസിനും ഹെയർ ഗ്രോത്തിനും. ഞാൻ കൺമണിക്കുട്ടിക്കും കൊടുക്കാറുണ്ട്. കൺമണിക്കുട്ടിക്ക് പക്ഷേ ഈ ഒരു രീതിയിലല്ല കൊടുക്കുന്നത്, അത് ഞാൻ വേറെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തുടങ്ങാം. നമ്മൾ മിക്സി ആണെന്നുണ്ടെങ്കിൽ മിക്സി എടുക്കുക. അതിപ്പോൾ ഞാനൊരു ജ്യൂസറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മളിതെല്ലാം കൂടെ ഇടുക, അടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അലോവേരയുടെ കഷ്ണം ഇടുക. ഞാൻ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് അരഞ്ഞ് കിട്ടണമല്ലോ. ഇത് കല്ലുപ്പ്. മറ്റേ ഉപ്പിടുമ്പോൾ എന്താ അറിയോ, നമ്മൾ കുറേ ഇടേണ്ട വരും. കല്ലുപ്പാകുമ്പോൾ നമുക്ക് അത്രയും ആവശ്യം വരുന്നില്ലല്ലോ. ഇനി നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നു. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ നെല്ലിക്ക ജ്യൂസിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഹെയർ ഗ്രോത്തിനാണെങ്കിലും സ്കിന്നിൽ ആ ഒരു ഗ്ലോ കിട്ടാനാണെങ്കിലും ഒക്കെ നെല്ലിക്ക വളരെ നല്ലതാണല്ലോ. ഇനി നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൂട്ടിയെടുത്തിട്ടാണ് കുടിക്കേണ്ടത്. നമുക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ വെറും വയറ്റിലൊക്കെ രാവിലെ കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം മാക്സിമം കഴിയുന്നതും ഇങ്ങനത്തെ ജ്യൂസൊക്കെ നമ്മളുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ നോക്കുക. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക, നമ്മൾ അരിച്ചെടുക്കുക, കുടിക്കുക, ഇത്രയേ ഉള്ളൂ. എന്തൊരു സിമ്പിളാണ്, ഹെൽത്തി ജ്യൂസുമാണ് കേട്ടോ. കുടിച്ച് നോക്കാം കേട്ടോ. ഞാൻ സ്ഥിരം കുടിക്കുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 ഗ്ലാസ് ഞാനും ഏട്ടനും ആണല്ലോ പറഞ്ഞത്. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, കാരണം
ഇതിനകത്ത് കാന്താരി മുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 2 കാന്താരി മുളക് ഇട്ടാൽ മതി. കാരണം വലിയ കഷ്ണം ഇഞ്ചിയാണല്ലോ, ഇഞ്ചിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് എരിവുണ്ടാവും. അപ്പം എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. അലോവേര ഇടുന്നത് കൊണ്ട് ഒരു കയ്പോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ വരില്ല. നമ്മളുടെ വയറ് ക്ലീൻ ആവേ കാരണം ചില ആൾക്കാർക്കൊക്കെ മോശം പോകുമ്പോൾ ഒരു ടൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ അലോവേര ഇട്ട് ഇതുപോലെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ടമ്മി ക്ലിയർ ആവാനൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ എല്ലാ ദിവസവും ഞാനിപ്പോൾ 11 മണിക്ക് ബട്ടർ മിൽക്ക് എടുക്കാറുണ്ട് എൻ്റെ ആ വെയിറ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം ഇതുപോലെ അലോവേര നെല്ലിക്ക ജ്യൂസും എടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ആ വെയിറ്റ് ലോസ് ജേർണി സക്സസ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ കഴിക്കുന്ന ഫുഡും എൻ്റെ ഡയറ്റീഷ്യനെയും ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പുറത്ത് നമ്മളെപ്പോഴും ഭംഗിയായിട്ട് നടക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ അകത്തും ആ ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. അതിന് ഇതുപോലെയുള്ള ജ്യൂസസൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ജ്യൂസ് ഞാൻ ഇതുപോലെയല്ല കൺമണിക്ക് കൊടുക്കുന്നത്. കൺമണിക്ക് കൊടുക്കുമ്പം ആ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടാറുണ്ട്. അലോവേര, നെല്ലിക്ക, കറിവേപ്പില, തേൻ, പഞ്ചസാര ഞാൻ ഇടില്ല, തേൻ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് കൺമണിയുടെ മുടിയുടെ രഹസ്യം പറഞ്ഞു തരുമോ, ഹെയർ ഓയിൽ പറഞ്ഞു തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല, നമ്മൾ മുടി അതുപോലെ നോക്കണം. രാവിലെ ചീകണം, വൈകിട്ട് ചീകണം, മുടി പിന്നിക്കെട്ടി വെക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ഫുഡ്സും ജ്യൂസസും ഒക്കെ അവളുടെ മെനുവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹെയർ നന്നായിട്ട് വളരാൻ. അല്ലാതെ ഹെയർ ഓയിൽ കൊണ്ട് മാത്രം മുടി വളരില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തേൻ ഒഴിച്ചിട്ട് കൊടുക്കുക. പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേൻ ഒഴിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഡെഫിനറ്റ് ആയിട്ടും കുഞ്ഞുങ്ങളുടെ ഡയറ്റിലൊക്കെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഫുഡ് റുട്ടീനിൽ ഇതും ചെല്ലുന്നുണ്ടോ എന്ന് നിങ്ങൾ അമ്മമാർ ഉറപ്പ് വരുത്തുക. നമ്മളുടെ ഡയറ്റിലും ഇത് ഉൾപ്പെടുത്തുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ.